വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ദൗത്യ സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം. RRT അംഗം ജയസൂര്യയ്ക്കാണ് കടുവയുടെ ആക്രമണത്തിൽ പരുക്കേറ്റത്. ജയസൂര്യയുടെ കാലിനേറ്റ പരിക്ക് ഗുരുതരമല്ല. കടുവയെ പിടികൂടാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. പരുക്കേറ്റ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലേക്ക് മാറ്റി. കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. തന്നെ പിന്നിൽ നിന്നാണ് കടുവ ആക്രമിച്ചതെന്നും ഷീൽഡ് കൊണ്ട് തടഞ്ഞതുകൊണ്ടാണ് വലിയ പരിക്കുണ്ടാകാത്തതെന്നും ജയസൂര്യ ആശുപത്രിയിൽ പറഞ്ഞു. കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു. കുങ്കിയാന വിക്രമിനെ എത്തിച്ചു. ആശങ്ക അറിയിച്ച് പ്രദേശവാസികൾ വീണ്ടും രംഗത്തുണ്ട്. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേരുന്നു. അർജുൻ, ഇന്ന് രാവിലെ മുതൽ ഇങ്ങോട്ട് സംഭവ ബഹുലമാണ് വയനാട് പഞ്ചാരക്കൊല്ലിയിലെ കാഴ്ചകളെല്ലാം. ഈ ദൗത്യസംഘം ഇപ്പോൾ എവിടെയാണ്? പുതിയ ലക്ഷ്യവുമായി ഇറങ്ങിയോ? കൃഷ്ണരാജ, എത്തരത്തിൽ തന്നെയാണ് പുതിയൊരു മാസ്റ്റർ പ്ലാനുമായിട്ടാണ് ഇപ്പോൾ വനം വകുപ്പ് ഉള്ളത്. കൂടുതൽ ആളുകളെ വിന്യസിച്ചുകൊണ്ട് കൂടുതൽ RRT സംഘങ്ങളെ പ്രദേശത്ത് എത്തിച്ചുകൊണ്ട് കടുവയെ ഒന്ന് വളയുക, ചുറ്റും വളഞ്ഞു കഴിഞ്ഞതിന് ശേഷം കടുവയെ വെടിവെക്കുക എന്നുള്ളത് തന്നെയാണ് വനം വകുപ്പിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പം മുമ്പ് AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ഉത്തരവ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഷൂട്ടർ സൈറ്റ് എന്നുള്ള ഒരു ഓർഡർ കൂടി ഇപ്പോൾ പുറത്തിറക്കേണ്ടി വരും. കടുവയെ കാണുന്ന പാടെ തന്നെ വെടിവെക്കുക എന്നുള്ളതാണ് നാട്ടുകാരുടെയും ആവശ്യം. അത്തരത്തിലേക്കുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ നരഭോജികളായി പ്രഖ്യാപിക്കുവാൻ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. 3 പേരെങ്കിലും കടുവ ആക്രമിച്ച് കൊല്ലണം എന്നുള്ള അങ്ങനെ തരത്തിലുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ട്. പക്ഷേ ഏത് രീതിയിലാണ് ഇപ്പോഴുള്ള കടുവയെ ഈ ഒരു രീതിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു ആശങ്ക ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അത്തരത്തിലുള്ള ആശങ്ക ജനങ്ങളടക്കം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനാൽ തന്നെയും വനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആ കടുവയെ ഒരു നരഭോജിയായി പ്രഖ്യാപിക്കും എന്നുള്ളത് തന്നെയാണ് വനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കടുവയെ വെടിവെച്ച് പിടികൂടാനായിരിക്കും പിന്നീട് ഈ അർജുൻ, ഈ തുടക്കം മുതലേ ആശയക്കുഴപ്പമാണല്ലോ, അവ്യക്തത ഒരുപാടുണ്ടല്ലോ. അതായത് ആദ്യം വനം വകുപ്പ് ഉത്തരവിറക്കുന്നു, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കുന്നു, കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കുന്നു. പിന്നീട് അത് നിബന്ധനകൾക്ക് വിധേയമെന്ന ആരോപണവുമായി നാട്ടുകാർ വരുന്നു. എന്താണ് ഇതിനകത്തുള്ളത് എന്ന് കൃത്യമായി നിങ്ങൾ അക്കമിട്ട് പറയൂ എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇതിപ്പോൾ നരഭോജി കടുവയെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ചില നിബന്ധനകൾ വേണ്ടി വരുന്നു. പക്ഷേ മന്ത്രി പറയുന്നു നരഭോജി കടുവയെന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നുവെന്ന്. ഒരു കൃത്യമായ പ്ലാൻ, പദ്ധതി അല്ലെങ്കിൽ അടിമുടി അവ്യക്തതയാണോ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമുക്കും ഈ കാര്യത്തിൽ കൃത്യമായ വ്യക്തതയില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മന്ത്രി പറയുന്ന വാക്കുകളാണ് നമുക്കിപ്പോഴും പറയാൻ കഴിയുക. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിവായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഈ കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കടുവയെ വെടിവെക്കാമെന്നുള്ള ഒരു ഉത്തരവ് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് നാട്ടുകാരുടെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്നൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പക്ഷേ ആ ഉത്തരവിൽ പറയുന്നത് കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ ജനവാസ മേഖലയിൽ നിന്നും ആ കടുവയെ വെടിവെക്കാമെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് മറ്റൊരു കാര്യം ഈ ഉത്തരവിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലായത്. അതായത് ഒന്നുകിൽ കടുവയെ കൂട്ടിലകത്താക്കുക, അല്ലെങ്കിൽ മയക്ക് വെടിവെക്കുക, അല്ലെങ്കിൽ ആ വെടിവെച്ച് കൊല്ലുക. ഈ 3 മാനദണ്ഡങ്ങളാണ് ഈ വനംവകുപ്പിന്റെ മുമ്പിൽ, ഉത്തരവുകളാണ് വനംവകുപ്പിന്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായി വനംവകുപ്പ് പറയുന്നത് തങ്ങൾക്ക് ആ കടുവയെ കൊല്ലുവാൻ അങ്ങനെ കൃത്യമായിട്ടുള്ള റൈറ്റ്സ് ഇല്ല. അത് കേന്ദ്രത്തോടൊക്കെ ആലോചിച്ച് വേണം, കൃത്യമായി തന്നെ വേണം ആ കടുവയെ കൊല്ലണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അതിനെ കൊല്ലാൻ കഴിയില്ല എന്നുള്ളത് വനംവകുപ്പ് ആദ്യം തന്നെ നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഉത്തരവിറക്കി അതിനെ ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്ന സാഹചര്യം ഇങ്ങനെയായിരുന്നു. തുടർന്നാണ് ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു രോക്ഷവുമായി മുൻപോട്ട് വന്നത്. കൃത്യമായി തന്നെ ഉത്തരവ് വായിച്ച് കേൾപ്പിക്കണം, തങ്ങളോട് ആശയവിനിമയം നടത്തണം എന്നുള്ളതടക്കം ഇത്തരത്തിൽ ജനപ്രതിനിധികളടക്കം ഇടപെട്ടുകൊണ്ട് പറയുകയും തുടർന്ന് ഇവിടെ ഒരു മീറ്റിംഗ് കൂടുകയും ചെയ്തു. ADM അടക്കമുള്ളവർ പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നു. കളക്ടർ വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കളക്ടർ ആ പ്രദേശത്തേക്ക് എത്താതെ ഇരുന്നതും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായിരുന്നു. തുടർന്നാണ് ADMന്റെ നേതൃത്വത്തിൽ ഈ ഒരു ജനപ്രതിനിധികളും ADM അടക്കമുള്ള സർവകക്ഷി യോഗം വിളിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ വനം വകുപ്പ് അന്ന് പറയുന്നുണ്ടായിരുന്നു കടുവയെ കെണിവെച്ച് പിടികൂടും, ഒന്നെങ്കിൽ കെണിവെച്ച് പിടികൂടും അല്ലെങ്കിൽ മയക്ക് വെടിവെച്ച് പിടികൂടും എന്നുള്ളതാണ് അന്ന് നാട്ടുകാർക്ക് നൽകിയ ഉറപ്പ്. അതിൽ എവിടെയും വെടിവെച്ച് കൊല്ലും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടില്ല. അതിനുശേഷമാണ്
ശേഷമാണ് പിന്നീട് നാട്ടുകാരോട് കൂടുതൽ ഈ സുരക്ഷ ഈ മേഖലകളിൽ ഒരുക്കും, ഈ ഒന്നെങ്കിൽ ഇതിനെ പിടിക്കും, അല്ല എങ്കിൽ മൈക്ക് വെടിവെച്ച് ഇതിനെ പിടികൂടും എന്നുള്ളത് പറയുകയും തുടർന്ന് ഈ ഒരു കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകുമെന്ന് പറയുകയും ആ പ്രദേശത്ത് കൂടുതൽ കാവൽക്കാരെ നിർത്തും. മാത്രമല്ല ഇവർക്കുള്ള വേതനം, ഇപ്പോൾ ഈ പണിക്ക് പോകാൻ കഴിയാത്തുള്ള വേതനത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ളതടക്കം ADM-മായി ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യമാണ്. അതിനുശേഷമാണ് പിന്നീട് കടുവയെ പിടികൂടാനുള്ള ഒരു തയ്യാറെടുപ്പ് ദ്രുതഗതിയിൽ വനംവകുപ്പ് തുടങ്ങിയത്, കൂടുതൽ ഫോഴ്സുകൾ അങ്ങോട്ട് എത്തിയത്. തുടർന്ന് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് കടുവയെ ട്രാക്ക് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 10ഓളം വരുന്ന 8 സംഘങ്ങൾ, 8ഓളം പേര് വരുന്ന 8ഓളം RRT സംഘങ്ങൾ വരുന്ന 10 സംഘങ്ങളായാണ് ഇത്തരത്തിൽ പ്രദേശത്താകമാനം ചുറ്റിക്കൊണ്ട് ഈ കടുവയെ പിടികൂടുവാൻ വനംവകുപ്പ് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ തന്നെയും അല്പസമയം, അതായത് ഇറങ്ങി ഒരു 1-2 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അപകട വാർത്ത നമ്മൾ അറിയുന്നത്. തൊട്ടപ്പുറത്ത്, അതായത് ഈ കടുവയെ പിടിച്ച അല്ലെങ്കിൽ ഈ കടുവ ഈ പിടികൂടി കൊന്ന ആ സ്ത്രീയെ പിടികൂടിയ സ്ഥലത്ത് നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇപ്പോൾ ഈ RRT സംഘത്തിലെ ഒരു വ്യക്തിക്ക് ഈ കടുവയുടെ ആക്രമണമേറ്റ സ്ഥലവുമായിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു ബേസ് ക്യാമ്പ്, ഈ ഒരു വനപാലകരുടെ ബേസ് ക്യാമ്പുമായി ബന്ധപ്പെട്ട ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് അവിടേക്കുള്ളത്. അത്രയും അടുത്താണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടെന്ന 2 കുട്ടികളടക്കം കടുവയെ കണ്ടെന്ന് പറഞ്ഞിരുന്നു, ഒരു സ്ത്രീ അടക്കം കടുവയെ കണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ കടുവയെ കണ്ട വീടുമായും 1 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ കടുവ ഇപ്പോൾ കണ്ട കടുവയുമായിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ പ്രദേശത്ത് ഇവരെ പിടികൂടിയ കടുവ തന്നെയാണ്, ഈ സ്ത്രീയെ പിടികൂടിയ കടുവ തന്നെയാണ് ഇതെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിലുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. കാരണം ഈ ഒരു കടുവയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റിലില്ല, വയനാട്ടിലെ വനംവകുപ്പിന്റെ ലിസ്റ്റിൽ, നമ്മുടെ ഡേറ്റാബേസിലുള്ള കടുവയല്ല ഇത്. ഈ RRT സംഘത്തിലെ ഒരാളെ ആക്രമിച്ചതിന് പിന്നാലെ വീണ്ടും സംഘം ബേസ് ക്യാമ്പിൽ എത്തുന്നു. ഇനി പുതിയ മാസ്റ്റർ പ്ലാൻ അതാണ്. പക്ഷേ ലക്ഷ്യം ഒന്നാണ്, കടുവയെ പിടികൂടുക എന്നത്. പക്ഷേ അപ്പോഴും അവ്യക്തത പലത് തുടരുന്നുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നു നരഭോജിയായി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ അതേ മന്ത്രി തന്നെ പിന്നാലെ പറയുന്നു മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പ്രഖ്യാപിക്കുമെന്ന്, അതിന്ന് തന്നെ ഉണ്ടാകുമെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി എതിർപ്പ് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് മന്ത്രി ഓർത്തില്ല എന്ന് തോന്നുന്നു. ഏതായാലും നരഭോജി കടുവ തന്നെയാണത്. കാരണം രാധ എന്ന വനവാസി സ്ത്രീയുടെ മാംസം ഭക്ഷിച്ച് അവരെ കൊന്ന കടുവ, അതിന് എത്രയും പെട്ടെന്ന് പിടികൂടാനാകട്ടെ എന്ന് ആശിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.